വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സോഷ്യോളജി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യോളജി BA സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയർ സിലബസിലെ നമുക്ക് സെക്കൻഡ് ബ്ലോക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വന്നവരെല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ BA സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ പേപ്പേഴ്സിന്റെയും ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെക്ഷൻ നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ സിലബസിലെ എത്ര പേപ്പറുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇന്ന് ഒന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കുകളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ ബ്ലോക്കിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ പേപ്പറിന് ശേഷവും നമ്മൾ നോക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ബ്ലോക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ് ആന്റണി. യെസ്, അപ്പൊ വന്നവരെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും കാണാൻ പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമ്മുടെ BA സോഷ്യോളജി സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, അപ്പൊ നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ബ്ലോക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം എത്ര പേപ്പറുകൾ ഉണ്ട്, അതിന്റെ അണ്ടറിൽ എത്ര ബ്ലോക്കുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ലൈവ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇന്ന് ഒന്നുകൂടി ഓടിച്ചു പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഓരോ പേപ്പറിന്റെയും സെക്കൻഡ് ബ്ലോക്കിലേക്ക് കടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും 2 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ ഫസ്റ്റ് ഇയറിലെ എത്ര പേപ്പറുകളാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. അല്ലാത്തവരൊക്കെ ആ ക്ലാസ് പോയി കാണണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ഇയർ BA സോഷ്യോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 പേപ്പറുകൾ മാത്രമേ പഠിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ പേപ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് 4 എണ്ണേ ഉള്ളൂ. ഒരു ഇയർ എടുത്തിട്ട് നമുക്ക് 4 പേപ്പർ മാത്രമേ BA സോഷ്യോളജിയിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ് എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഏതൊക്കെയാണ്. BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ 2. ഇങ്ങനെയാണ് നമ്മുടെ പേപ്പേഴ്സിന്റെ ഓരോ നെയിം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ കോഡും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോഡും കൂടി പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡ് അടിച്ചു കൊടുത്താലേ നമുക്ക് അതിന്റെ ക്ലാസ്സുകളായാലും അതുപോലെ നോട്ടുകളൊക്കെ ആയാലും കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അതിനെ പറ്റി ഒന്നും വറീഡ് ആവണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ ആരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകളും എല്ലാം നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കാതെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഓരോ സെക്കൻഡ് ബ്ലോക്കിന്റെയും ഏതൊക്കെ യൂണിറ്റുകളാണ്, അതുപോലെ തന്നെ അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചുരുക്കമായിട്ടേ പറയുന്നുള്ളൂ. പക്ഷെ ഡീറ്റെയിൽഡ് ക്ലാസ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പേപ്പേഴ്സ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമുക്ക് 4 പേപ്പറുകളാണ്. BSOC 101, BSOC 102, BSOC 103, BSOC 104 എന്നിങ്ങനെയാണ് നമ്മുടെ 4 പേപ്പറുകൾ കിടക്കുന്നത്. ക്ലിയർ? അപ്പൊ നമ്മള് ഒന്നാമത്തെ പേപ്പറിലേക്ക് പോവുകയാണ്. The first paper BSOC 101
ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സോഷ്യോളജി പഠിക്കുക അല്ലേ. അപ്പൊ പ്ലസ് ടുവിലൊക്കെ എന്താ പ്ലസ് 1 പ്ലസ് ടുവിലൊക്കെ ചിലപ്പോൾ സയൻസ് എടുത്തവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ എടുത്തവരുണ്ടായി. അപ്പൊ അവരെ സംബന്ധിച്ച് ചിലരെ സംബന്ധിച്ച് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് BA സോഷ്യോളജി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സോഷ്യോളജിയെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന 4 പേപ്പേഴ്സിലും അത് തന്നെയാണ്. അതിന്റെ ഒരു തുടക്കം എന്നോളം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ക്ലിയർ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ BSOC 101 അപ്പൊ ഈ BSOC 101 നമുക്ക് മെയിൻ ആയിട്ട് 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് പേപ്പറിൽ 3 ബ്ലോക്കുകളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അപ്പൊ സോഷ്യോളജിയുടെ നാച്ചുറൽ എന്താണ്, സ്കോപ്പ് എന്താണ്, അപ്പൊ എന്താണ് സോഷ്യോളജി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഈ ബ്ലോക്കിലാണ്, ഫസ്റ്റ് ബ്ലോക്കിലാണ്. ദെൻ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസ്. അപ്പൊ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണല്ലേ. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഹിസ്റ്ററി, എക്കണോമിക്സ്, ആന്ത്രപ്പോളജി, സൈക്കോളജി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സോഷ്യൽ സയൻസിന്. ആ സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് നമ്മുടെ സോഷ്യോളജി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജി സോഷ്യൽ സയൻസിന്റെ അതർ ബ്രാഞ്ചസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? ദെൻ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റുകൾ. അപ്പൊ നമ്മുടെ സോഷ്യോളജിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളാണ് നമ്മൾ തേർഡ് ബ്ലോക്കിൽ പഠിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലെ ബ്ലോക്ക് 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 പേപ്പേഴ്സിന്റെയും ബ്ലോക്ക് 2 ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. ദെൻ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്. അത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മറ്റ് സബ്ജക്റ്റുകളായിട്ട് എങ്ങനെയാണ് സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ഓരോ ബ്ലോക്കും വീണ്ടും ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഒരു 5 യൂണിറ്റുകളായിട്ട് തിരിക്കുന്നുണ്ട്. 1 2 അല്ല, 5 യൂണിറ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 2ലെ 5 യൂണിറ്റുകൾ ഏതൊക്കെയാന്ന് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രപ്പോളജി. അപ്പം ആന്ത്രപ്പോളജിയുമായിട്ട് എങ്ങനെ സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നു. സെക്കൻഡ് വരുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സൈക്കോളജിയുമായിട്ട് എങ്ങനെ സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി. ചരിത്രമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രീയ ശാസ്ത്രം അല്ലെ, രാഷ്ട്രീയം. അപ്പൊ രാഷ്ട്രീയമായിട്ട് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി പോകുന്നത്. ക്ലിയർ? അപ്പം ഇത്രയും യൂണിറ്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രപ്പോളജി ആണ്. അപ്പൊ ഈ നരവംശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതിന്റെ എമർജൻസ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഈ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻ മെനി ആസ്പെക്ട്സ്. അപ്പൊ ഇതുമായിട്ട് ഒരുപാട് ആസ്പെക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് കാണാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസസും കാണാൻ പറ്റുന്നുണ്ട്. It's rather difficult to differentiate sociology from social anthropology in some areas of inquiry and methodology.
There are also certain differences that can also be observed between two subjects in terms of the areas, trust of inquiry, methodology, practice and tradition. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ അതേസമയം അതേമാതിരി തന്നെ എന്തുണ്ട്, ഡിഫറൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അതിന്റെ നാച്ചർ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജിയാണ്. എന്താണ് സോഷ്യോളജിയുടെ നാച്ചർ എന്നും അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജി ഇതിന്റെയൊക്കെ നാച്ചർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സോഷ്യോളജി ഈസ് ദ യങ്ങസ്റ്റ് ഓഫ് സോഷ്യൽ സയൻസ്. അപ്പൊ എന്താണ് സോഷ്യൽ സയൻസിന്റെ ഒരു യങ്ങസ്റ്റ് സബ്ജക്റ്റ് ആണെന്ന് പറയുന്നത് എന്ത്, നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അക്കാഡമിക് ഡിസിപ്ലിൻ. എന്താ, ഇത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആണ് എന്ത്, നമ്മുടെ ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തു വന്നത് സോഷ്യസ്, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സോഷ്യസിൽ നിന്നാണ് നമ്മുടെ സോഷ്യോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തു വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, കമ്പാനിയൻ ഓർ അസോസിയേറ്റ് ആണ്. ആൻഡ് ദ ഗ്രീക്ക് വേർഡ് ലോജി ഓർ ലോഗോസ്, നോളജ് എന്ന് പറയും. അപ്പൊ ഈ സോഷ്യസ് ആൻഡ് ലോജി എന്ന് പറഞ്ഞ രണ്ട് വേർഡിൽ നിന്നാണ് ഈ സോഷ്യോളജി എന്നുള്ള ഒരു വേർഡിലേക്ക് എത്തിപ്പെടുന്നത്. ക്ലിയർ? സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ അഗസ്റ്റ് കോംറ്റെ. അപ്പൊ നമ്മള് സോഷ്യോളജി പഠിക്കുമ്പോൾ ആരെ ഓർക്കാതെ വയ്യ, നമ്മുടെ അഗസ്റ്റ് കോംറ്റെ. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ഈ സോഷ്യോളജി എന്ന് പറഞ്ഞുള്ള ടേം കൊണ്ടുവന്നത് 1838 Sociology is a scientific study of human society which tries to explain the context of social phenomena. അപ്പൊ നമ്മൾ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യരെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യരും അതുപോലെ തന്നെ സമൂഹത്തെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും നമ്മുടെ ഈ ഒരു സോഷ്യോളജിയുടെ നാച്ചർ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് സോഷ്യോളജി ആണ്. എങ്ങനെയാണ് സോഷ്യോളജി ഉണ്ടായി വന്നത്, അതിന്റെ എമർജൻസ്, ആവിർഭാവം എങ്ങനെയാണ്, അതിന്റെ ചരിത്രം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് എമർജൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ആന്ത്രപ്പോളജി. അപ്പൊ സോഷ്യോളജിയുടെ എമർജൻസും അതിന്റെ ഹിസ്റ്ററിയും പഠിച്ചു കഴിഞ്ഞു. ദെൻ ഈ നരവംശാസ്ത്രത്തിന്റെ എമർജൻസും ഹിസ്റ്ററിയും എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഈ യൂണിറ്റിൽ പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് എന്ത്, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. അപ്പൊ നമ്മൾ ഈ ബ്ലോക്കിൽ ഉടനീളം എന്താ ചെയ്യുന്നത്, സോഷ്യോളജിയും അതർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും എങ്ങനെ കണക്ട് ചെയ്യുന്നു, റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് തിരിച്ചു മറിച്ചൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ആന്ത്രപ്പോളജി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും എക്കണോമിക്സ്, ഹിസ്റ്ററി ഏതാണെങ്കിലും അത് സോഷ്യോളജിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഒരു എക്സാമിന് ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഹിസ്റ്ററി ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു എക്സാമിന് ആന്ത്രപ്പോളജി ചോദിക്കാം. അപ്പം ഏത് രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യാം. അപ്പൊ ഈ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി നമുക്ക് നോക്കുമ്പോൾ sociology and anthropology are both social sciences that study human societies, culture and behavior. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും എന്താണ്, രണ്ടും സോഷ്യൽ സയൻസിന്റെ ഭാഗമാണ്. രണ്ടും സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ്, കൾച്ചർ, ബിഹേവിയർ. ഓക്കെ, എന്നിരുന്നാലും ഇതിന് കുറച്ച് കീ ആയിട്ടുള്ള സിമിലാരിറ്റീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഫോക്കസ് ഓൺ ഹ്യൂമൻ സൊസൈറ്റി. രണ്ടും എന്താ ചെയ്യുന്നത്, ഹ്യൂമൻ സൊസൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് രണ്ടിനും, സോഷ്യോളജിക്ക് ആയിക്കോട്ടെ ആന്ത്രപ്പോളജിക്ക് ആയിക്കോട്ടെ ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ദെൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ദെൻ ഇന്റർ ഡിസിപ്ലിനറി നാച്ചർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ സിമിലാരിറ്റീസ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഏതൊക്കെയാണ് സിമിലാരിറ്റീസ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് അതിന്റെ ഡിഫറൻസ്, സിമിലാരിറ്റിയും പഠിക്കണം, അതിന്റെ ഡിഫറൻസും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഡിഫറൻസ് പഠിക്കുമ്പോൾ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആർ റിലേറ്റഡ് ടു ഡിസിപ്ലിൻ that both study human society, culture and behavior.
രണ്ടും എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും അതിന്റെ ബിഹേവിയറെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. ബട്ട് ദേ അപ്രോച്ച് ദി സബ്ജക്ട് ഫ്രം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് വിത്ത് ഡിഫറെന്റ് എംഫസിസ്. അപ്പൊ ഇതിൽ വരുന്ന അതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് അതിന്റെ ഫോക്കസും സ്കോപ്പും. രണ്ടിന്റെ ഫോക്കസും സ്കോപ്പും എന്താണ്? ഡിഫറെന്റ് ആണ്. അതിന്റെ മെത്തഡോളജിയും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ പെർസ്പെക്റ്റീവും, സോഷ്യോളജിയുടെ പെർസ്പെക്റ്റീവ് വേറെ, ആന്ത്രോപോളജിയുടെ പെർസ്പെക്റ്റീവ് വേറെ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് നോക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാം. റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സൈക്കോളജിയുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് സോഷ്യോളജി റിലേറ്റ് ചെയ്യുന്നത്, അതിന്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് യൂണിറ്റ്. By studying this unit, we will able to understand the nature of sociology and psychology. അപ്പൊ ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യോളജിയെ കുറിച്ചും സൈക്കോളജിയുടെയും അതിന്റെ നാച്ചുറും തുടങ്ങിയുള്ള എല്ലാ വർഷങ്ങളും നമ്മൾ സബ്ജക്ട് മാറ്ററും എല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പം സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ടേം, സൈക്കോളജി ഡിറൈവ് ഫ്രം ദ 2 ഗ്രീക്ക് വേർഡ്സ്. 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള ടേം ആയിട്ട് വരുന്നത്. സൈക്കെ വിച്ച് മീൻസ് soul or breath and logos means knowledge or study. അപ്പം സൈക്കെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലോഗോസ് എന്ന് പറയുന്ന 2 ടേമിൽ നിന്നാണ് സൈക്കോളജി എമേർജ് ചെയ്തു വരുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ സൈക്കോളജി ഡെവലപ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ഇൻ 1879 when a German professor named William Wood established the first laboratory for psychology at the University of Leipzig in Germany. അപ്പം സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ലബോറട്ടറി, ഫസ്റ്റ് ലബോറട്ടറി സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ലെപ്സിംഗ്, ജർമ്മനിയിലെ വില്യം വുഡ് ആണ്. ക്ലിയർ? അതൊന്നും പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പഠിക്കുന്നത് സോഷ്യോളജിയും അതുപോലെ തന്നെ സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇതില് ഈ ഒരു യൂണിറ്റില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സോഷ്യോളജിയും അതുപോലെ സൈക്കോളജിയും അതിന്റെ പോസിബിൾ ഇന്റർലിങ്ക്സ് എന്തൊക്കെയാണ്. സോഷ്യൽ സൈക്കോളജി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പിന്നെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യാനും നമുക്ക് ചോദിക്കാം. ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി. അപ്പം ഈ ഒരു സോഷ്യൽ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പം സോഷ്യൽ സൈക്കോളജി കുഡ് ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ഇന്റർഫേസ് ബിറ്റ്വീൻ ദീസ് 2 സെറ്റ്സ് ഓഫ് ഫിനോമിന, ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ. അങ്ങനെ പറഞ്ഞിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സോഷ്യൽ സൈക്കോളജി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യോളജിയും അതുപോലെ സൈക്കോളജിയും തമ്മിൽ എങ്ങനെ ഇന്റർ റിലേറ്റഡ് ചെയ്യുന്നു, അതിന്റെ സൊസൈറ്റി ഇന്റേണൽ പ്രോസസ്സിനെയാണ് ഈ പിക്ചർ കാണിക്കുന്നത്. സോഷ്യൽ സൈക്കോളജി മെർജേഴ്സ് എലമെന്റ്സ് ഓഫ് 2 ഫീൽഡ്. ഓക്കെ, ദെൻ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ ഇതിന്റെ മെയിൻ സ്കോപ്പുകൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദ ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ, ദ ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ഇമ്പാക്ട് ഓഫ് വൺ ഗ്രൂപ്പ് ഓൺ അനദർ. ഇത്രയും സ്കോപ്പുകൾ നമ്മുടെ സോഷ്യൽ സൈക്കോളജിക്ക് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ യൂണിറ്റിലുള്ളത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യൽ സൈക്കോളജിയാണ്. പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി. അതിൽ വരുന്നതാണ് ഈ പെർസ്പെക്റ്റീവ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സിംബോളിക് ഇന്ററാക്ഷൻ, സോഷ്യൽ സ്ട്രക്ചർ, പേഴ്സണാലിറ്റി, ഗ്രൂപ്പ് പ്രോസസ്, ഇത്രയാണ് ഇതിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ക്ലിയർ? അപ്പം ഇതിന്റെ ഒക്കെ നമ്മളിതെല്ലാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പഠിക്കാനുള്ളത് എന്നുള്ള മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ദെൻ നമ്മൾ 3rd യൂണിറ്റിലേക്ക് പോവുകയാണ്. ദ 3rd യൂണിറ്റ് ഈസ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ചരിത്രം, പാസ്റ്റിനെ കുറിച്ചാണ് അല്ലെ. അപ്പം ബോത്ത് ഡിസിപ്ലിൻസ് ആർ വെരി മച്ച് ഇന്റർറിലേറ്റഡ്. സോഷ്യോളജി ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് എ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പൊ നിങ്ങൾ സോഷ്യോളജി എന്താ നമ്മൾ പഠിച്ചു? നമ്മൾ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.
എന്നാൽ no study of any society can be accomplished without looking into his history or past. നമ്മൾ ഏത് സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചാലും അതിന്റെ പാസ്റ്റ് എന്താന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റഡിക്ക് വാല്യൂ ഇല്ലാതെ പോകും. അപ്പൊ പാസ്റ്റിനെ കൂടി ഹിസ്റ്ററി കൂടി പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ സൊസൈറ്റിനെ കുറിച്ചായാലും നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പം ഇത് രണ്ടും നല്ല രീതിയിൽ ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഹിസ്റ്ററി ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് സ്റ്റഡി ഓഫ് പാസ്റ്റ്. എന്താ ഹിസ്റ്ററി? പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഹിസ്റ്ററിയൻസ് ഹു സ്റ്റഡി ഹിസ്റ്ററി ഡു സ്റ്റഡി കോസ് ആൻഡ് എഫക്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്സ് സർക്കംസ്റ്റാൻസസ് ലീഡിംഗ് ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ എത്ര ഓർത്താൽ മതി, നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിനെ, കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്, ചരിത്രം അതല്ലേ. അപ്പം സോഷ്യോളജി എന്ന് പറയുന്നോ ഇപ്പം നിലവിലുള്ളതാ, നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പം ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പൊ അത് രണ്ടും തമ്മിൽ നല്ലൊരു ഇന്റർ റിലേഷൻ കാണാൻ സാധിക്കും. പിന്നെ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് റിലേഷൻ, നല്ല രീതിയിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും കുറച്ച് ഡിഫറൻസസ് കൂടി ഉണ്ട്. ആ ഡിഫറൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ആസ് സബ് ഡിസിപ്ലിൻ. അപ്പം ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ഈസ് എ ബ്രാഞ്ച് ഓർ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി. ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി എന്ന് പറയാം. ക്ലിയർ? ഇറ്റ് എമേർജ് ആസ് എ റിസൾട്ട് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. എമേർജ് ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും ഹിസ്റ്ററിയും എമേർജ് ചെയ്തതിന്റെ ഭാഗം, ഇന്റർസെക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. ബോത്ത് ദ ഡിസിപ്ലിൻ ഹാവ് come closer in terms of concept and a theoretical underpinning to delineate of common themes which touch boundaries of the two. അപ്പം എന്താണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ഓഫ് സബ് ഡിസിപ്ലിൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ്? സമ്പത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലെ. അപ്പൊ സമ്പത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഡിസ്കസസ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് എക്കണോമിക്സ്. എക്കണോമിക്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിലും നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ്, എക്കണോമിക്സുമായിട്ടുള്ള ബന്ധം. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. ആ ഒരു ബ്രാഞ്ച് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹ്യൂമൻ വാണ്ട്സ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ദെയർ സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിക്കൽ എക്കണോമിക്സ് അസ്യൂം ദാറ്റ് people have unlimited wants, the resources to satisfy these are limited. അപ്പോൾ നമ്മുടെ ഈ എക്കണോമിക്സുകളൊക്കെ പറയുന്നത്, ക്ലാസിക്കൽ എക്കണോമിക്സിലൊക്കെ പറയുന്നത് എന്താ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പക്ഷെ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിമിറ്റഡ് വാണ്ട്സിനെ, നമ്മുടെ ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ അൺലിമിറ്റഡ് വാണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, ഈ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് മിനിമം മാത്രമേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. മിനിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ വാണ്ട്സുകൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നില്ല, എന്നാലും കുറച്ചെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. They are always engaged in work to secure things they need for the satisfaction for their wants. Okay. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യോളജി പ്രൈമർലി സ്റ്റഡി അബൌട്ട് സൊസൈറ്റി. സോഷ്യോളജി സ്റ്റഡി അബൌട്ട് ദി സൊസൈറ്റി ആണ്. ദെൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, whereas എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് വെൽത്ത് ആൻഡ് ചോയ്സ്. എക്കണോമിക്സ് എന്താണ്, വെൽത്ത് ആൻഡ് ചോയ്സ് ആണ്. എന്നാൽ സോഷ്യോളജിയോ സൊസൈറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. Sociology emerged as a science of society very recently, whereas economics is comparatively an
older science. Okay, അപ്പോൾ ഈ സോഷ്യോളജി എമേഴ്സ് സയൻസ് ഓഫ് സൊസൈറ്റി ആയിട്ടാണ് വെരി റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് എന്ത് നമ്മുടെ സൊസൈറ്റി സയൻസ് ഓഫ് സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് തുടങ്ങിയില്ല. എന്നാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഓൾഡർ ആണ്. Sociology is considered as an abstract science, whereas economics is considered as a concrete science in the domain of social science. അപ്പം ഈ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് സയൻസ് ആണ്, എക്കണോമിക്സോ ഒരു കോൺക്രീറ്റ് സയൻസ് ആണ്. അബ്സ്ട്രാക്റ്റും ആണ് കോൺക്രീറ്റും ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് പോയിന്റ്, സോഷ്യോളജി ജനറലി ഡീൽ വിത്ത് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്ട്സും ഡീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വെറാസ് ഡീൽ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ സയൻസ് മാത്രമാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് എക്കണോമിക് സോഷ്യോളജി ആസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കോമൺ ഇഷ്യൂസ്, നമ്മുടെ ഈ സോഷ്യോളജിയിലും എക്കണോമിക്സിലുള്ള കോമൺ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള 3 പോയിന്റ്. അൺഎംപ്ലോയ്മെന്റ്, നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളല്ലേ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ, പിന്നെ ചൈൽഡ് ലേബർ, ദെൻ ഇനീക്വാലിറ്റി. അപ്പൊ ഇത് ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയിലും എക്കണോമിക്സിലും കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ആണ് ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ്, ചൈൽഡ് ലേബർ, ഇനീക്വാലിറ്റി എന്നിവ. ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മുടെ 4th യൂണിറ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എങ്ങനെ നമ്മുടെ സോഷ്യോളജി റിലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഈ ദിസ് യൂണിറ്റ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. സോഷ്യോളജി ബീങ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് also touches various political aspects of human lives. Both the discipline, by intersecting each other, attempt to provide useful answers to various issues and concerns of everyday life and policy matters or the issue which we think are of very pressing concern to society and its function. ഒരു ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയും അതുപോലെ പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ജനറലി ഡിഫൈൻഡ് ആസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ്. അതുപോലെ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്, സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. ഹിയർ probably the most frequently used concept are politics, state, power. അപ്പോൾ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ഏതൊക്കെയാണ്? പൊളിറ്റിക്സ്, സ്റ്റേറ്റ്, പവർ, പൊളിറ്റിക്കൽ socialization, leadership, governance, decision making, policy making. Okay, അപ്പോൾ the concept of politics is central to political science. Okay, അപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആണ്. അപ്പം എന്താണ് പൊളിറ്റിക്സ് എന്നും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സയൻസ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുമായിട്ട് എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യോളജി ആസ് എ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി എന്നൊരു ടോപ്പിക് കൂടി. ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേപ്പറിന്റെ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ള 5 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു യൂണിറ്റിൽ നിന്നൊക്കെ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് ഇവിടെ. അപ്പോൾ അതിൽ നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് 100 മാർക്കാണ്, മാക്സിമം 3 മണിക്കൂറിനാണ്. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്കിനായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് എഴുതിയാൽ മാത്രമേ ഈ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ തലയിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പാസ്സാവാൻ സാധ്യമാവില്ല. ഓക്കെ, അപ്പൊ നല്ലതായിട്ട് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആയാലും എന്തായാലും നമ്മൾ നല്ല കൃത്യമായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും 20 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി.
അപ്പൊ സോഷ്യൽ ആന്ത്രപ്പോളജിയുമായിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് എമേർജ് ചെയ്യുന്നത്, എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചാണ് 20 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി. അപ്പം റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിന്റെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് എക്കണോമിക് സോഷ്യോളജി ആസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി. എക്കണോമിക് സോഷ്യോളജി എന്ന് ആസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നതും 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. Then what are the similarities and the differences between sociology and social anthropology? Discuss. അപ്പൊ നമ്മുടെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ സ്റ്റിപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യന്റെ പാറ്റേൺ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പഠനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനാലിസ് ചെയ്യുക. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. ദെൻ സിമിലാരിറ്റീസ് ആണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും തമ്മിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വാട്ട് വേസ് ഇൻ സോഷ്യോളജി റിലേറ്റഡ് വിത്ത് ഹിസ്റ്ററി. എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി ഹിസ്റ്ററിയോട് റിലേറ്റ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പൊ ഇത്തരത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്ക് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഈ ഒരു പാറ്റേണിലായിരിക്കും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യണം, കണ്ടന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ സെക്കൻഡ് പേപ്പറിലേക്ക് പോവാണ്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് BSOC 102 ആണ്. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയും. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ നമുക്ക് 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഷസ്. ബ്ലോക്ക് 2 ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1. ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 ആണ്. ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്ന് പറയാം. ക്ലിയർ? അങ്ങനെ 3 ബ്ലോക്കുകളാണ് നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ പഠിക്കാനുള്ളത്. ദെൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിന്റെ അണ്ടറിൽ നമുക്ക് എഗെയിൻ ഒരു 5 യൂണിറ്റുകൾ കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം സെക്കൻഡ് പേപ്പറിൽ സെക്കൻഡ് ബ്ലോക്കിന്റെ അണ്ടറിൽ നമുക്ക് 5 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് ആണ്, കാസ്റ്റിനെ കുറിച്ച്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ട്രൈബ്. തേർഡ് യൂണിറ്റ് വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി. യൂണിറ്റ് 4 അഗ്രേറിയൻ ക്ലാസസ്. യൂണിറ്റ് 5 ഇൻഡസ്ട്രി ആൻഡ് ലാബ്. ഇങ്ങനെയാണ് നമ്മുടെ 5 യൂണിറ്റ്സ് കിടക്കുന്നത്. ഇനി ഈ ഓരോ യൂണിറ്റ്സിനും എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് ആണ്. കാസ്റ്റ്. അപ്പം കാസ്റ്റ് ഇസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മുടെ കാസ്റ്റിനെ കണക്കാക്കുന്നത്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? നമ്മുടെ സമൂഹത്തെ ഡിഫറെന്റ് സ്ട്രാറ്റകളായിട്ട്, ഡിഫറെന്റ് തട്ടുകളാക്കി മാറ്റുന്നുണ്ട്. ഓരോ ഹ്യൂമൻസിന്റെയും അവരുടെ വെൽത്തും ഇൻകം അങ്ങനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളെ ഡിഫറെന്റ് സ്ട്രാറ്റകളാക്കി മാറ്റുന്നുണ്ട്. അതിലെ ഒന്ന് തന്നെയാണ് നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ കാസ്റ്റ് നോക്കിയിട്ട്, റിലീജിയൻ നോക്കിയിട്ടൊക്കെ ഈ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള സമൂഹത്തിൽ തന്നെയാണ് നമ്മളിപ്പോ വളർന്നു വരുന്നത്. അപ്പം ഇറ്റ് ടൈസ് അറ്റ് ദ റൂട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. ഇറ്റ് ഇൻവോൾവ് റാങ്കിങ് അക്കോർഡിംഗ് ടു ബർത്ത് ആൻഡ് ഡിറ്റർമൈൻ വൺസ് ഓക്യുപ്പേഷൻ. അപ്പം ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത് എവിടെയാണോ ജനിച്ചത് ആ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച കുലത്തെ ബേസ് ചെയ്തിട്ട്, ഡിറ്റർമിൻ അവരുടെ ഒക്യുപ്പേഷൻ ജോലി ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മാരേജ്, സോഷ്യൽ റിലേഷൻഷിപ്പ് ഇതിലൊക്കെ ബാധിക്കും. There is a prescribed set of norms. അപ്പൊ ഇതിന് എന്തുണ്ട്? കുറച്ച് സെറ്റ് ഓഫ് നോംസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, സാങ്ഷൻ വിച്ച് ഗവേൺ സോഷ്യൽ ബിഹേവിയർ വിത്തിൻ വേസ്റ്റ്. അപ്പൊ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചെടുക്കേണ്ടത്.
ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. അപ്പൊ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഹയറാർക്കി, റെസ്ട്രിക്ഷൻ ഓൺ ഫീഡിംഗ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ, civil and religious disabilities and privileges of different sections, restrictions on marriage, lack of unrestricted choice of occupation. ഇതൊക്കെ എന്താണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് തിയററ്റിക്കൽ അപ്രോച്ച് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ്. തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്. ആ രീതിയിൽ നമ്മൾ ക്ലാസ് എന്താണ്, കാസ്റ്റ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജഡ്ജ്മണി സിസ്റ്റം എന്താണെന്നുള്ളതും പഠിക്കുന്നുണ്ട്. ദെൻ ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി വിത്ത് കാസ്റ്റ് സിസ്റ്റം. ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി കാസ്റ്റ് സിസ്റ്റത്തിൽ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ മെഷേഴ്സ് ടു പ്രൊഹിബിറ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പണ്ട് നിലനിന്നിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സിസ്റ്റത്തെ കുറിച്ചും അതെങ്ങനെയാണ് ഓരോ മനുഷ്യരെയും എഫക്ട് ചെയ്തത്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ ലോവർ ക്ലാസ്സിലുള്ള ആളുകളെ എന്താണ് അവരെ അടിമകളാക്കി താഴേക്കിടയിലേക്ക് തട്ടി മാറ്റി ചവിട്ടി താത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അതേസമയം ഹൈ ക്ലാസ് പീപ്പിളിനെ എപ്പോഴും ഹൈ പൊസിഷൻ തന്നെ. അവര് നമ്മുടെ ഈ ലോവർ ക്ലാസ്സിനെ എപ്പോഴും എന്ത് ചെയ്യും, അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അപ്പൊ അത്തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് അവർ ജനിച്ചത് ഏത് കുലത്തിലാണോ അതിന്റെ ബേസാണ് ഈ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആ ജെന്മി സിസ്റ്റം, കാസ്റ്റും ക്ലാസിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ കാസ്റ്റും പൊളിറ്റിക്സും. ക്ലിയർ? അപ്പൊ ഇത്ര മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ആണ് ട്രൈബ് എന്ന് പറയുന്നത്. ട്രൈബ്, ഗോത്രം. അപ്പം എന്താണ് ഗോത്രം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവരുടെ മാത്രമായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അവരുടെ കൾച്ചർ ഉണ്ടായിരിക്കും. അങ്ങനെ താമസിക്കുന്ന ആളുകളാണ് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയും. അവരുടെ ഒരു ഭാഷ നമുക്ക് ഒട്ടും ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. അപ്പൊ അവർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കാം. അവരുടെ നമ്മുടെ കൾച്ചറും നമ്മളെ നിന്നും ഒരുപാട് വിഭിന്നമായിരിക്കും. അപ്പൊ ട്രൈബ്സ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ സ്റ്റഡീഡ് ആൻഡ് റിട്ടൺ അബൌട്ട് ബൈ മെനി സ്കോളേഴ്സ്. ഇൻ ദിസ് യൂണിറ്റ് we shall discuss some of the major issues concerning the tribal communities in India. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഏറ്റുകൊണ്ടിരിക്കുന്ന ചില ഇഷ്യൂസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. They are largely excluded from the mainstream of social lives and are often deprived of their indigenous source of livelihood. Okay, ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ നമ്മൾ എന്താണ് ട്രൈബ് എന്നുള്ള കാര്യം, അണ്ടർസ്റ്റാൻഡിങ് ട്രൈബിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ട്രൈബ് എന്ന് പറയുന്നത് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ട്രിബസ്. ട്രിബസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ട്രിബസ് എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ട്രൈബ് വരുന്നത്. ദ ടേം ട്രൈബ് മീൻസ് ഇൻഹെബിറ്റേറ്റഡ് പ്ലേസ് എന്നാണ്. It denotes a group of persons forming a community and claiming descent from a common ancestor. The term tribe, munshi, was used to the colonial government in India categorize a large number of groups different from term caste. അപ്പോൾ ഈ ഒരു കൊളോണിയൽ ഗവൺമെന്റിന്റെ പീരീഡില് ഒരു കൂട്ടം ആളുകളെ, പെർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ട ആളുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ? പിന്നെ ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രൈബ്സിന്റെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ് കോമൺ ടോപ്പോഗ്രഫി ആയിരിക്കും, സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ട്, എൻഡോഗമസ് ഗ്രൂപ്പ് ആയിരിക്കും, കോമൺ ഡയലക്റ്റ്, ടൈസ് ഓൺ ബ്ലഡ് റിലേഷൻഷിപ്പ്, അവരുടെ രക്തബന്ധമില്ല, ദെൻ പ്രൊട്ടക്ഷൻ, അവെയർനെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്നുള്ളത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നമ്മളെ ഇന്ത്യയിലെ ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 6. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബ്സ് ഇൻ സെൻട്രൽ ഇന്ത്യ. ഏതൊക്കെയാണ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഇഷ്യൂസ് റിലേറ്റഡ് ടു ആക്സസ് ടു ലിവ്ലിഹുഡ്, ഒക്കെ താമസിക്കാനുള്ള കൃത്യമായുള്ള സ്ഥലമില്ല, അതുപോലെ അവരുടെ ഭക്ഷണം, അതൊക്കെ എന്താണ് അവരുടെ പ്രശ്നങ്ങളാണ് അല്ലെ. അഗ്രേറിയൻ പോളിസീസ്, ലാൻഡ് ലോസ്, ലാൻഡ്
അലീനിയേഷൻ എമംഗ് ട്രൈബൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ട്രൈബ്സും അതുപോലെ തന്നെ ഫോറസ്റ്റും, അവരധികം നമ്മുടെ ട്രൈബ്സുകൾ അധികം ഈ ഫോറസ്റ്റുകളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അത്തരത്തില് ട്രൈബ്സിനെ കുറിച്ചും ഫോറസ്റ്റ് അവരുടെ താമസത്തെ കുറിച്ചും അവരുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി ആണ്. അപ്പൊ നമ്മളിവിടെ ആരൊക്കെ പഠിക്കുന്നുണ്ട്, ഏതിനൊക്കെ പഠിക്കുന്നുണ്ട്? വില്ലേജ് പഠിക്കുന്നുണ്ട്, ടൗൺ പഠിക്കുന്നുണ്ട്, സിറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, in this unit we will explain different aspects of village. Different aspects of village എന്ന് പഠിക്കുന്നുണ്ട്. റൂറൽ സൊസൈറ്റി ഉണ്ട് ആൻഡ് ടൗൺ. റൂറൽ സൊസൈറ്റി ആൻഡ് ടൗൺസ് ആൻഡ് സിറ്റീസ് which are part of the urban social structure of Indian society എന്ന് പറയും. അപ്പം നമ്മൾ മെയിൻ ആയിട്ട് വില്ലേജും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ വില്ലേജും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു പോകുന്നുണ്ട്. അത്തരത്തില് ദ ഇഷ്യൂ ഓഫ് വില്ലേജ് ഓട്ടോണമി, ദെൻ വില്ലേജ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ സ്ട്രക്ചർ, ദ ജാജ്മനി സിസ്റ്റം, ദെൻ ചേഞ്ചസ് ഇൻ വില്ലേജ് പവർ സ്ട്രക്ചർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വില്ലേജിന്റെ അതുപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ദ ഇഷ്യൂ ഓഫ് വില്ലേജ് ഓട്ടോണമി, വില്ലേജ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ സ്ട്രക്ചർ, ദ ജാജ്മനി സിസ്റ്റം, ചേഞ്ചസ് ഇൻ വില്ലേജ് പവർ സ്ട്രക്ചർ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയൊക്കെയാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ദ വില്ലേജ് ആൻഡ് ദ വൈഡർ പൊളിറ്റിക്കൽ സയൻസ്. ഈ വില്ലേജും പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് രാഷ്ട്രീയം ഈ ഒരു വില്ലേജ് ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റം വരുന്നത്, അതുപോലെ ടൗൺ ആൻഡ് സിറ്റീസ് ഇൻ ഇന്ത്യ, പാറ്റേൺ ഓഫ് അർബനൈസേഷൻ, നമ്മുടെ ഇന്ത്യയിലെ ടൗണുകളുടെയും അതുപോലെ സിറ്റികളുടെയും ഘടന സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെയൊക്കെ എങ്ങനെ ഈ അർബനൈസേഷൻ നഗരവൽക്കരണം എങ്ങനെ സാധ്യമാക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഗ്രോത്ത് ഓഫ് ടൗൺ ആൻഡ് സിറ്റീസ്, ഈ ടൗണിന്റെയും സിറ്റീസിന്റെയും ഗ്രോത്ത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് അല്ലെ. ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ടൗണിലേക്ക് സിറ്റീസിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഗ്രോത്ത്, അവിടുത്തെ അർബനൈസേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ദ ലാസ്റ്റ് പ്രോബ്ലംസ് കൺസേണിങ് ദ കറന്റ് പ്രോസസ് ഓഫ് അർബനൈസേഷൻ. അപ്പം ഇപ്പത്തെ ഈ ഒരു അർബനൈസേഷൻ നഗരവൽക്കരണം മൂലം അർബനൈസേഷൻ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അപ്പൊ ഒരുപാട് ആളുകൾ വില്ലേജിൽ നിന്ന് എങ്ങോട്ട് പോവാണ്? നമ്മുടെ ടൗണിലേക്ക് സിറ്റീസിലേക്കൊക്കെ പോവുകയാണ്. അതുവഴി എന്തുണ്ടായിരിക്കും? അവിടെ ആളുകളുടെ എണ്ണം കൂടും, അവിടെ തിങ്ങി പാർക്കേണ്ട ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദെൻ 4th യൂണിറ്റ് എന്ന് പറയുന്നത് അഗ്രേറിയൻ ക്ലാസ്സസിന്. ഇതൊക്കെയാണ് അഗ്രേറിയൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. In this unit we will explain to you the basic nature of agrarian classes in India. Okay, അപ്പോൾ ഇന്ത്യയിലെ agrarian classes-നെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Societies are classified by sociologists in terms of class structure based on predominant economic activities. Clear? Such as ഏതൊക്കെയാണ്? Industrial and agrarian activities. അപ്പം ഇൻഡസ്ട്രിയലും അഗ്രേറിയൻ ആക്ടിവിറ്റീസിലേക്കുള്ള പ്രധാനപ്പെട്ട ആ ഒരു ക്ലാസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. As these activities suggest, the industrial production dominate economic activities of industrial societies and agriculture production predominates economic activity in agrarian society. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആൻഡ് അഗ്രിഗേഷൻ ക്ലാസ്സസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്? അപ്പൊ അതില് മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണ്, ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ്സും അതുപോലെ നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യയും. ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യയും അതുപോലെ നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ലാസ്റ്റ് ഈ സെക്കൻഡ് ബ്ലോക്കില് നമ്മുടെ സെക്കൻഡ് പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻഡസ്ട്രി ആൻഡ് ലേബർ ആണ്. Industry and labor. Here in this unit we will explain to you about the concept of industry, the different types of industry. അപ്പൊ എന്താണ് ഇൻഡസ്ട്രി പഠിക്കുന്നുണ്ട്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. When we speak about different types of industries in India, we also focus on its historical evolution.
how different types of tools and technological development help evolve modern industries in post-colonial time. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇൻഡസ്ട്രി എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ collective large scale manufacturing of goods in well organized plants with a high degree of automation and specialization. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രി എന്താണെന്നുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവാം. ഇൻഡസ്ട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ collective large scale manufacturing of goods in well organized plants with high degree of automation and specialization. Then ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ആണ് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രീന്റെ ടൈപ്പ് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റ്സ് ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പ്രൈമറി ഇൻഡസ്ട്രീസ് ഉണ്ട്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് സംടൈംസ് റെഫർ ടു ആസ് എ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, അതിനാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ദെൻ ടെർഷ്യറി ഇൻഡസ്ട്രി, സംടൈംസ് റെഫർ ടു ആസ് സർവീസ് ഇൻഡസ്ട്രി. ചിലപ്പോൾ എന്താണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയാം, അല്ലെങ്കിൽ ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയാം. ദെൻ ക്വാട്ടർണറി ഇൻഡസ്ട്രീസ്, ക്യൂനറി. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമുകൾ ചോദിക്കുക. ഇൻഡസ്ട്രി എന്താണെന്ന് ചോദിക്കാം, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഇത് ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി, ക്യൂനറി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സുകളാണ് നമുക്ക് ഇതിനുള്ളത്, നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ളത്. ദെൻ എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചു വെക്കുന്നുണ്ട്. അതിൽ ആൻഷ്യൻ ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു, മെഡീവൽ ഇൻഡസ്ട്രി, ദെൻ മോഡേൺ ഇൻഡസ്ട്രി, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ആൻഷ്യന്റ്, മെഡീവൽ ആൻഡ് മോഡേൺ. ദെൻ ഡിഫറെന്റ് ഔട്ട്കംസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസീസ്, നാച്ചർ ഓഫ് ദി ലേബർ ഫോഴ്സ്. ഡിഫറെന്റ് ഔട്ട്കം ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസീസും അതുപോലെ തന്നെ നാച്ചർ ഓഫ് ലേബർ ഫോഴ്സും മറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ ട്രൈബ്, ഡിസ്കസ് ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് ഇൻ വാട്ട് വേസ് കാസ്റ്റ് സിസ്റ്റം ചേഞ്ച് ഇൻ ഇന്ത്യ, ഡിസ്കസ് ക്രിട്ടിക്കലി. അപ്പൊ നമ്മൾ ട്രൈബ് ഒരു ചാപ്റ്റർ പഠിച്ചു, യൂണിറ്റ് പഠിച്ചു അല്ലേ. അപ്പം എന്താണ് ട്രൈബ്, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളോട് 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം ഉണ്ടായത് കൊണ്ട് നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഡീപ്പായിട്ട് നമുക്ക് ആ കണ്ടന്റിനെ കുറിച്ച് നോളജ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇൻ വാട്ട് വേസ് ഹാസ് കാസ്റ്റ് സിസ്റ്റം ചേഞ്ച്ഡ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ ചേഞ്ചസ് കൊണ്ടുവന്നത്, ഡിസ്കസ് ക്രിട്ടിക്കലി. അപ്പം ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. Critically discuss the challenges faced by town and cities in India. ഇന്ത്യയിലെ സിറ്റീസും അതുപോലെ ടൗൺസും ഒക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രേറിയൻ ക്ലാസസിനെ ഡിസ്കസ്, അഗ്രേറിയൻ ക്ലാസസിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹൗ ഈസ് എ വില്ലേജ് ഡിസ്റ്റിങ് ഫ്രം എ ടൗൺ ഓർ എ സിറ്റി. ഒരു വില്ലേജ് എങ്ങനെയാണ് ടൗണിൽ നിന്നും സിറ്റിയിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത്. What is the role of migrants in the process of urbanization in India? ഇന്ത്യയിലെ അർബനൈസേഷന്റെ ഭാഗമായിട്ട് ഈ മൈഗ്രൻസിന്റെ അതിന്റെ റോൾ എങ്ങനെയാണെന്നുള്ളത്. Then what do you understand by capitalist agrarian class structure in India? Discuss with example. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുപോലെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയും. അപ്പം ഇതിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് തേർഡ് പേപ്പറിലേക്ക് പോവാലോ. നമ്മുടെ തേർഡ് പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 ആണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 ആണ്. BSOC 103 ആണ് നമ്മുടെ തേർഡ് പേപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം ഈ തേർഡ് പേപ്പറിൽ നമുക്ക് എഗെയിൻ 4 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കുകൾ നമ്മുടെ ഈ ഒരു തേർഡ് പേപ്പറിൽ പഠിക്കാനുണ്ട്. ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 1. പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 1 ആണ്.
ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 2. Then block 3 perspective in sociology 3. Block 4 differences and debates. ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമ്മുടെ തേർഡ് പേപ്പറിൽ BSOC 103 നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അതിപ്പോ അതില് നമ്മൾ ഇന്ന് ഏതാ പഠിക്കാൻ പോകുന്നത്? ബ്ലോക്ക് 2 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 2 എന്ന് പറയാം. അപ്പൊ ഇതില് ഈ ഒരു ബ്ലോക്ക് 2ന്റെ അണ്ടറിൽ നമുക്ക് എഗെയിൻ 2 യൂണിറ്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. 2 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? യൂണിറ്റ് 1 ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, യൂണിറ്റ് 2 സിംബോളിക് ഇന്ററാക്ഷനിസം. അപ്പോൾ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും അതുപോലെ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞ 2 യൂണിറ്റുകളാണ് ബ്ലോക്ക് 2ന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് interpretive sociology focuses on the meaning of people attached to their social world. It shows that reality is constructed by people themselves in their daily life. ഇപ്പൊ എന്താ പറയുന്നത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ മീനിങ് ഓഫ് പീപ്പിൾ അറ്റാച്ച്ഡ് ടു ദെയർ സോഷ്യൽ വേൾഡ്. എങ്ങനെയാണ് സോഷ്യൽ വേൾഡുമായിട്ട് ആളുകൾ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഷോ ദാറ്റ് റിയാലിറ്റി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ പീപ്പിൾ. റിയാലിറ്റി എന്താണ്? ആളുകൾ കൺസ്ട്രക്ട് ചെയ്താണ് themselves in their daily life. അവിടെ നിത്യ ജീവിതത്തിൽ അവരെ റിയാലിറ്റി എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ പോസിറ്റിവിസ്റ്റ് ആൻഡ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ദെൻ അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ പ്രകാരം തന്നെ എന്താണ് പോസിറ്റിവിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് വ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2-3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. Concept of positivism was developed by French sociologist Auguste Comte and Émile Durkheim, modeled along natural or rational science, physics or chemistry. എന്നാൽ interpretive sociology was initiative German sociologist Max Weber and developed by George Samuel and others. അപ്പോൾ ഇത്തരത്തില് പോസിറ്റിവിസ്റ്റും ഇന്റർപ്രറ്റീവും നമുക്ക് കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഈ ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി എയിം ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ റിലൈയിങ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് നോളജ് ഓർ ഫാക്ട്സ്. എന്താണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയോ? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എയിം ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ബിഹൈൻഡ് ആക്ഷൻസ് ത്രൂ ദ സബ്ജക്ട് ഓഫ് പൊസിഷൻ വിത്തിൻ എ സിസ്റ്റം ഓഫ് മീനിങ്. അപ്പം ഇത്തരത്തില് ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് രണ്ടും ഇങ്ങനെ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒറിജിൻ ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, മാക്സ് വെബറിനെ കുറിച്ച്, അദ്ദേഹം എങ്ങനെയാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലേക്ക് വന്നത്, ഒറിജിന്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബ്രാഞ്ചസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഏതൊക്കെയാണ്? മെയിൻ ബ്രാഞ്ചസ് 4 ബ്രാഞ്ചസ് ആണ് നമുക്ക് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ആയിട്ട് പഠിക്കാനുള്ളത്. സിംബോളിക് ഇന്ററാക്ഷനിസം, ഡ്രാമറ്റർജി, ഫിനോമോളജി, എത്നോമെത്തഡോളജി. ഇങ്ങനെ 4 ബ്രാഞ്ചസ് ആണ് നമ്മുടെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതിൽ തന്നെ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുമ്പോൾ അതിൽ സബായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോർജ് ഹെർബർട്ട് മെഡ്, 2 ആളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ജോർജ് ഹെർബർട്ട് മീഡിനെയും കോൺട്രിബ്യൂഷൻ ഓഫ് ഹെർബർട്ട് ബ്ലൂമറിനെ കുറിച്ചും. അവർ 2 പേരുടെയും കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് സിംബോളിക് ഇന്ററാക്ഷനിസം. അപ്പൊ ഇതില് നമുക്ക് ജോർജ് ഹെർബർട്ട് മീഡിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഒരു വ്യക്തി നമ്മൾ പഠിച്ചു, ജോർജ് ഹെർബർട്ട് മീഡ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നമുക്ക് എന്താ എക്സാമിന് ചോദിക്കാം, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് അത്തരത്തില്. അപ്പം അത് അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ദ എമർജൻസ് ഓഫ് സിംബോളിക് ഇന്ററാക്ഷനിസം, പിന്നെ അതർ സ്കൂൾ ഓഫ് തോട്ട്സ്. ഏതൊക്കെയാണ് അതർ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിക്കാനുണ്ട്? എർവിൻ ഗോഫ്മാൻ ആൻഡ് ദ ഡ്രാമാറ്റോളജിക്കൽ അപ്രോച്ച്. എർവിൻ ഗോഫ്മാൻ ആരാണ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെന്റ് സ്റ്റഡീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ
സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും ഷോർട്ട് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ എങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളില്. യെസ്, അപ്പൊ ഡിസ്ക്രൈബ് ദ ബേസിക് ടെനറ്റ്സ് ഓഫ് സിംബോളിക് ഇൻട്രാക്ഷനിസം. അപ്പൊ ബേസിക് ടെനറ്റ്സ് ഏതൊക്കെയാണ്, സിംബോളിക് ഇൻട്രാക്ഷനിസത്തിന്റെ ബേസിക് ടെനറ്റ്സ് ഏതൊക്കെയാന്നുള്ളത് 20 മാർക്കിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് മാക്സ് വെബർ കോൺട്രിബ്യൂഷൻ ടു ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. അപ്പൊ നമ്മൾ മാക്സ് വെബർ എന്ന് പറഞ്ഞു അല്ലെ, ആ വെബറിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയില, അതും 20 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഡ്രമാറ്റോളജിക്കൽ അപ്രോച്ച് ഓഫ് ഇർവിൻ ഗോഫ്മാൻ. ഇർവിൻ ഗോഫ്മാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിന്റെ പാറ്റേൺ ഏത് രീതിയിലാണ്, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങളുടെ പഠനവും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയാണ് നമ്മുടെ തേർഡ് പേപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ലാസ്റ്റ് പേപ്പർ ആയിട്ടുള്ള BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്നുള്ള പേപ്പറിലേക്ക്. അപ്പം ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ BS സോഷ്യോളജിയുടെ ലാസ്റ്റ് പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ 2-ല് നമുക്ക് എത്ര ബ്ലോക്കുകളുണ്ട്? 3 ബ്ലോക്കുകളാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേപ്പറിന്റെ അണ്ടറിൽ BSOC 104ന്റെ അണ്ടറിൽ 4 പേപ്പറുകൾ പഠിക്കാനുണ്ട്. 3 ബ്ലോക്കുകൾ പഠിക്കാനുണ്ട്. 3 ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഐഡിയാസ് ഓഫ് ഇന്ത്യ, ബ്ലോക്ക് 2 റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്, ബ്ലോക്ക് 3 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, കോണ്ടെക്സ്റ്റിംഗ് ഐഡിയോളജി. ഇങ്ങനെ 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. അതിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്. അപ്പം ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 6 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, സെക്കൻഡ് ബ്ലോക്കിന്റെ അണ്ടറിൽ 6 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 മൊബിലിറ്റി ആൻഡ് ചേഞ്ച്, യൂണിറ്റ് 2 എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 3 പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 4 ദളിത് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 5 വുമൺ മൂവ്മെന്റ് ഇൻ ഇന്ത്യ, വുമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ലാസ്റ്റ് യൂണിറ്റ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തില് 6 യൂണിറ്റുകളാണ് നമ്മുടെ ബ്ലോക്ക് 2-ല് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഇതിൽ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് മൊബിലിറ്റി ആൻഡ് ചേഞ്ച് ആണ്. മൊബിലിറ്റി ആൻഡ് ചേഞ്ച്, അതിൽ മൊബിലിറ്റി ഇൻ കാസ്റ്റ് പഠിക്കുന്നുണ്ട്, ലെവൽ ഓഫ് മൊബിലിറ്റി പഠിക്കുന്നുണ്ട്. അപ്പം ലെവൽ ഓഫ് മൊബിലിറ്റി പറയുമ്പോൾ മൊബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്തിൻ എ ഫാമിലി, മൊബിലിറ്റി ഓഫ് മൈനോറിറ്റി ഫാമിലീസ് വിത്തിൻ എ കാസ്റ്റ്, മൊബിലിറ്റി ഓഫ് മെജോറിറ്റി ഓഫ് ഫാമിലി ഓർ ഗ്രൂപ്പ്സ്. ഇങ്ങനെ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ അതിന് ഡിഫറെന്റ് ലെവൽസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് സാൻസ്ക്രിറ്റൈസേഷനും വെസ്റ്റേണൈസേഷൻ, സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്താണ്, വെസ്റ്റേണൈസേഷൻ ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന വേർഡ് M.N. ശ്രീനിവാസ് ഫോർമുലേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. Contributed immensely to the concept of Sanskritization. ആരാണ്? M.N. ശ്രീനിവാസൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. As a process of mobility in caste. Okay, he refers to Sanskritization as a process by which a low Hindu caste or tribal or other groups changes its custom, ritual, ideology and way of life in the direction of high and frequently twice born caste. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? നമ്മുടെ താഴേക്കിടയിലുള്ള ലോ ഹിന്ദു കാസ്റ്റ്, ഏതെങ്കിലും ട്രൈബ്സ് ആയിക്കോട്ടെ, താഴത്തെ ക്ലാസ്സിലുള്ള ആളുകള് ഹൈ ക്ലാസ്സിലുള്ള ആളുകളുടെ ഐഡിയാസും അവരുടെ കസ്റ്റംസും റൂൾസും അതൊക്കെ ഫോളോ ചെയ്യാൻ, അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ലോ ക്ലാസ്സിലുള്ള ആളുകൾ ഹൈ ക്ലാസ് പീപ്പിളിന്റെ റൂൾസ്, കസ്റ്റംസ്, അവരുടെ രീതികൾ എങ്ങനെയാണ്, അവരുടെ ആശയങ്ങളായിരിക്കും, അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക. അതിനെയാണ് M.N. ശ്രീനിവാസൻ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന വേർഡ് കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ. പിന്നെ ശ്രീനിവാസ് ഡിഫൈൻ വെസ്റ്റേണൈസേഷൻ. സെക്കൻഡ് ടേമാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. Westernization as the changes brought about Indian society and culture as a result of over 150 years of British rule. The term subsuming changes occurring at a different level of technology, institution, ideology and value. എന്താ ഇവിടെ വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം നടക്കുന്നത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കടന്നു വരവോടുകൂടി ഒരുപാട് മാറ്റം എന്ത് ടെക്നോളജിയിലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതിന്റെ ഐഡിയോളജി ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടേമാണ് വെസ്റ്റേണൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then third, secularization. The term secularization implies that what was previously regarded as religious cases to be such, and it also implies a process of differentiation in the various aspects of society. Economy, economy, polity, laws and morality become increasingly discrete in relation to each other. ഓക്കെ, അപ്പോൾ എന്താണ് സെക്യുലറൈസേഷൻ എന്നും എന്താണ് വെസ്റ്റേണൈസേഷനും എന്താണ് സാൻസ്ക്രിറ്റൈസേഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ ക്ലാസ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ക്ലാസും സോഷ്യൽ മൊബിലിറ്റിയും തമ്മിലുള്ള ബന്ധം. ക്ലാസ് മൊബിലിറ്റി ആൻഡ് ക്ലാസസ് ഇൻ ഇന്ത്യ. ക്ലാസ് മൊബിലിറ്റി ആൻഡ് ക്ലാസസ് ഇൻ ഇന്ത്യ, ആ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ദെൻ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഏതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്? എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. Ethnic movement in India. The term ethnic has been a popular term in academic discourse which refers to ascriptive identity like caste, language, religion, region, etc. Okay, ഏതൊക്കെ രീതിയിലാണ്? Like caste, language, region. The term ethnicity was first used in the French nationalist and scientist George Wager ഡാലിയെ പൗച്ച്. ഓക്കെ, ഏത് വർഷമാണ്? 1896 നമ്മുടെ ഫ്രഞ്ച് നാഷണലിസ്റ്റ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോർജ് വാഗർ ഡീലെ പൗച്ച് ഈ ഒരു വേർഡിലേക്ക്, ഈ ഒരു ടേം എത്നിസിറ്റി എന്നുള്ള ടേമിലേക്ക് എത്തുന്നത്. Natural and counterfeit cultural, psychological and social characteristics of a population, and in order to distinguish the later from the concept of race, which is defined as the series of physical characteristics. എന്നുള്ളതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ദ കോൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി, എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ദ കോൺസെപ്റ്റ് പറയുമ്പം ദ പ്രോസസ് ഓഫ് formation and reformation of consciousness of identity, real or supposed, in terms of one or more social, cultural, political symbols of domination, subjection of a group or community by another that emerge out of the process of assimilation, acculturation, interaction, competition and conflict. അപ്പോൾ ഈ ഒരു എത്നിസിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. ക്ലിയർ? പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫോംസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസോസിയേഷൻ. ഏതൊക്കെയാണ് എത്നിക് ഐഡന്റിറ്റിയുടെ ഫോംസ്? ഇവിടെ 6 ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി, കമ്മ്യൂണിസം, ട്രൈബൽ മൂവ്മെന്റ്, എത്നോ നാഷണലിസം, റീജിയലിസം, കാസ്റ്റിസം. ഇങ്ങനെ 6 ഫോംസുകൾ ഇവിടെ എത്നിക് ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എത്നിക് അപ്സർച്ച് ഇൻ ഇന്ത്യ, പിന്നെ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു എത്നിക് മൂവ്മെന്റ്, മേജർ എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൂണിറ്റുകൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് പോകുന്നത് യൂണിറ്റ് 3 ആണ്. പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. പെസന്റ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതില് കൺസെപ്ച്വലൈസിംഗ് പെസന്റ് ആൻഡ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ,
ഫേസസ് ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇന്ത്യ. പ്രധാനപ്പെട്ടതാണ് ഫേസസ് എന്ന് പറയുന്നത്. എത്ര ഫേസസ് ഉണ്ട്, ഏതൊക്കെയാണ് ആ ഫേസസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഇത് ഇനീഷ്യൽ ഫേസ് ആണ്. ഇനീഷ്യൽ പെസന്റ് മൂവ്മെന്റിലെ ഫേസസ് ഇമ്പോർട്ടന്റ് ആണ്. അത് 3 ഫേസസ് ആണ് പറയുന്നത്. ഇത് ഇനീഷ്യൽ ഫേസസ് എന്ന് പറയുന്നത് 1857 മുതൽ 1921 വരെയുള്ള. Then characterized by the sporadic growth of the peasant movements in the absence of proper leadership. അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് 1923 മുതൽ 1946 വരെയാണ്. Marked by the emergence of class conscious peasant organization. The last third phase പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫേസ് ആണ്. This era witnessed the uninterrupted continuity of agrarian movement due to the failure of ruling party to resolve any of the basic problem of working masses of rural India. അപ്പൊ ഇത്തരത്തില് പെസന്റ് മൂവ്മെന്റ്സിന് 3 ഫേസസുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പെസന്റ് മൂവ്മെന്റ്സ്, കാർഷിക സമരങ്ങൾ ഏതൊക്കെയാണ്, വിപ്ലവങ്ങൾ, സമര രീതികൾ ഏതൊക്കെയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 7 എണ്ണം പഠിക്കാനുണ്ട്. ഏതൊക്കെയാ നോക്കാം. സന്താൽ റിബല്യൻ, സന്താൽ കലാപം. ഓക്കെ, അപ്പൊ ഒരു സന്താൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്ര വിഭാഗങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള അവര് ബ്രിട്ടീഷുകാരായിട്ട് നേരിട്ടുള്ള ഒരു കലാപമാണ് സന്താൽ റിബല്യൻ. 1855 മറാത്ത അപ്രിംഗ് ഓഫ് 1870. അപ്പൊ മറാത്ത കലാപം 1875. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നിലം കൃഷിക്ക് വേണ്ടിയിട്ട്, നിലം കൃഷി ചെയ്യുന്നതിനെതിരെ. ഓക്കെ, അപ്പൊ അതാണ് 1917-18 കാലഘട്ടത്തിൽ. ദെൻ മുഫല്ല റിബല്യൻ ഇൻ മലബാർ 1921. ദെൻ ടെബാഗ മൂവ്മെന്റ് ഇൻ ബംഗാൾ 1946-47 പീരീഡ്. ദെൻ തെലങ്ക മൂവ്മെന്റ് 1946-52 വരെ. Then Naxalite movement in West Bengal 1967-71. അപ്പൊ ഇത്രയും റാഡിക്കൽ പെസന്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നടന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 7 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ ബേസിക് ഐഡിയ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. Then changing pattern of agrarian structure and peasant movement in contemporary India. ഏതൊക്കെയാണ് agrarian structureൽ വന്ന മാറ്റം, peasant movements in contemporary India. ഓക്കെ, അത്തരത്തിൽ ആ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയാണ് 3rd യൂണിറ്റിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ദളിത് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റ് 4 ആണ്. ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഹൂ ഇസ് എ ദളിത്? ആരാണ് ഈ ദളിത് എന്ന് പറയുന്നത്? അപ്പം ആരാണ് ദളിത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദളിത് ഹാവ് ഡിഫറെന്റ് നെയിംസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ കൺട്രി. അപ്പം നമ്മുടെ ദളിതിന് കൺട്രിയില്, രാജ്യത്തെ ഏത് ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊക്കെ ഓരോരോ പേരുകൾ, പല പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദേ ആർ കാൾഡ് ഹൊലായ, പഞ്ചമ, ചന്താല, സമഖര, ചാമ, അധികർത്തക ആൻഡ് അതിദർവിട എക്സെട്ര. അങ്ങനെ പല പേരുകള് നമ്മുടെ എന്തുണ്ട് ദളിതിന് പറയുന്നുണ്ട്. The word Dalit is derived from the Sanskrit word dal. അപ്പൊ ദൾ എന്ന് പറഞ്ഞുള്ള സംസ്കൃത വേർഡിൽ നിന്നാണ് ദളിത് ഉണ്ടായത്. വിച്ച് മീൻസ് എന്താണ്? ഗ്രൗണ്ട് എന്നാണ്. ഗ്രൗണ്ട്, സപ്രസ്ഡ്, ക്രഷ്ഡ് ഓർ ബ്രോക്കൺ ടു പീസസ്. ഓക്കെ, അപ്പോ ഇത് വാസ് ഫസ്റ്റ് യൂസ്ഡ് ജ്യോതിബ ഫുലെ. അപ്പൊ ജ്യോതിബ ഫുലെ ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത്തരത്തില് നമ്മുടെ ജ്യോതിബ ഫുലെയാണ് ഈ ഒരു ദളിത് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജിന്റെ ഫൗണ്ടർ ആണ് നമ്മുടെ ജ്യോതിബ ഫുലെ. നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റ്സ് ഇൻ മഹാരാഷ്ട്ര. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ദളിത് മൊബിലൈസേഷൻ, ദളിത് കോൺഷ്യസ്നെസ്. ദളിത് മൊബിലൈസേഷനോ അഥവാ ദളിത് കോൺഷ്യസ്നെസ് ആണ്. പിന്നെ ദളിത് മൂവ്മെന്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ ദളിത് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഭക്തി മൂവ്മെന്റ്, ന്യൂ വേദാന്തിക് മൂവ്മെന്റ്സ്, സാൻസ്ക്രിറ്റൈസേഷൻ മൂവ്മെന്റ്, ഗാന്ധീസ് കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റ്, അംബേദ്കർ കോൺട്രിബ്യൂഷൻ ടു ദളിത് മൂവ്മെന്റ്. ഇത്തരം മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഇപ്പം പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ അതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ദളിത് ലിറ്റററി മൂവ്മെന്റ്സ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ്സ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എന്ത്? ദളിത് മൂവ്മെന്റ്സ് ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ.
അതിനുശേഷം നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ദളിത് മൂവ്മെന്റ്സ് കൂടി നോക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബി ആർ അംബേദ്കർ ആൻഡ് ബുദ്ധിസ്റ്റ് ദളിത് മൂവ്മെന്റ് എന്ന് പറയുന്നത്, ദളിത് പന്തേഴ്സ്, ദെൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് കാൻഷി റാം, മായാവതി കോൺട്രിബ്യൂഷൻസ് ഓഫ് ദളിത് മൂവ്മെന്റ്. ഇതൊക്കെ എന്താണ്? പ്രീ ഇൻഡിപെൻഡൻസ് അല്ല, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ദളിത് മൂവ്മെന്റ്സ് ഇരുന്നു. അപ്പൊ അതും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ ദളിത് വുമൻസ് മൂവ്മെന്റ് ആണ്. ദളിത് വുമൻസ് മൂവ്മെന്റും നമ്മൾ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. വുമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. 5ാമത്തെ യൂണിറ്റ് ആണ് വുമൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. വുമൻസ് മൂവ്മെന്റ്, എ variant of social movement, a reform movement and women's issue in the 19th and early 19th century. ഈ കാര്യങ്ങളൊക്കെയാണ് വുമൻസ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു നമ്മുടെ സോഷ്യൽ മൂവ്മെന്റിൽ. അപ്പോൾ നമ്മുടെ ഈ വുമൺ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ 19th സെഞ്ചുറി ആ ഒരു സമയത്ത് വുമൻസ് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു 1920s സെഞ്ചുറിയിൽ. അതുപോലെ തന്നെ ബ്രഹ്മ സമാജം, പ്രാർത്ഥന സമാജം, ആര്യ സമാജം, മുസ്ലിം വുമൺ ആൻഡ് സോഷ്യൽ റിഫോംസ്, ഇതിലൊക്കെ വുമൻസിനെ ഒരു പരിഗണിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാന്മാരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഓരോ പ്രസ്ഥാനങ്ങളാണ് ഈ ബ്രഹ്മ സമാജവും പ്രാർത്ഥന സമാജവും ആര്യ സമാജവും അതുപോലെ മുസ്ലിം വുമൺ ആൻഡ് സോഷ്യൽ റിഫോം എന്നൊക്കെ പറയുന്നത്. അതുവഴി സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. Then women's participation in the freedom movement. Women's participation in the freedom movement ഏതൊക്കെയാണ്? റോൾ ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു, women's organization and issues, forms of women participation in the freedom movement. Then പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് institutional initiation and women's movement in the post independent period, resurgence of women's movement in the 17th issues and actions, women's movement in the contemporary period. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ ലാസ്റ്റ് യൂണിറ്റ് ആണ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയും. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ്, അതുപോലെ വർക്കിംഗ് ക്ലാസ് ഇൻ ഇന്ത്യയിലെ എമർജൻസ് എങ്ങനെയാണ്, ആവിർഭാവം എങ്ങനെയാണ്, അത് തുടങ്ങി വെക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അർബൻ ഒക്യുപേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, കോൺസെപ്റ്റ്, ഗ്രോത്ത് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഈ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിന്റെ എങ്ങനെയാണ്, അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, അതുപോലെ അതിന്റെ ഗ്രോത്ത്, വളർച്ച എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്നൊക്കെ പറയുന്നതാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. Then issues before the working class movement. Issues before the working class movements ഏതൊക്കെയാണ് ഇഷ്യൂസ്? ക്ലിയർ? അപ്പം ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ലാസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം. What do you understand by ethnicity? Discuss its various form. അപ്പൊ ethnicity എന്താണ്, അതിന്റെ various forms ഏതൊക്കെയാന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് പെസന്റ് മൂവ്മെന്റ്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പൊ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിലെ പെസന്റ് മൂവ്മെന്റ്സ് ഏതൊക്കെയാന്ന് നമ്മൾ പറയുണ്ടായി. അപ്പൊ അതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 20 മാർക്കിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലും നമ്മളെ ആ പെസന്റ് മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഒരു പ്രാവശ്യം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം എന്ത് ചോദിക്കാം, പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡും ചോദിക്കാം. അപ്പൊ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. എക്സ്പ്ലെയിൻ ദ മേജർ ഇഷ്യൂസ് റേസ്ഡ് ഇൻ ദ വുമൻസ് മൂവ്മെന്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പൊ എന്താ മേജർ ഇഷ്യൂസ്? അപ്പൊ ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വുമൻസ് നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ വ്യൂസ് ഓഫ് മാർക്സ് ആൻഡ് വെബർ ഇൻ ഇന്ത്യ. മാർക്സിന്റെയും വെബറിന്റെയും വ്യൂ എങ്ങനെയായിരുന്നു. എക്സാമിൻ ദ ഇഷ്യൂസ് ഓഫ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. വർക്കിംഗ് ക്ലാസ് നമ്മൾ പറയുന്നത് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, പ്രസ്ഥാനങ്ങൾ എങ്ങനെയായിരുന്നു, അതും തമ്മിലുള്ള അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. The last one, compare and contrast the concept of Sanskritization and Westernization. അപ്പൊ എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞു. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യാനാണ് ചോദിച്ചത്.
അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. സാൻസ്ക്രിറ്റൈസേഷൻ അഥവാ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, വെസ്റ്റേണൈസേഷൻ പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതാം. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ പ്രധാന ക്വസ്റ്റ്യൻസ്. സോ രണ്ടെണ്ണം കൂടി ഉണ്ട്. ഡിസ്കസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ ദ എംപവർമെന്റ് ഓഫ് വുമൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇതാണ് ഡിസ്കസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ ദ എംപവർമെന്റ് ഓഫ് വുമൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്. എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. വീണ്ടും ചോദിച്ചത് എന്താണ്, പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയർ BA സോഷ്യോളജിയുടെ 4 പേപ്പറുകളാണുള്ളത്. അല്ല 4 പേപ്പറിന്റെയും സെക്കൻഡ് ബ്ലോക്ക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുവരെ ഇനി പഠിക്കാനുള്ളൊരു ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കാതെ, ഒട്ടും വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രാക്ക് ഉണ്ടാക്കി തരാൻ, എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാനുള്ള എല്ലാ മെന്റർഷിപ്പും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും എല്ലാ യൂണിറ്റിനെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും ഷോർട്ട് നോട്ടുകളും എല്ലാം നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നെടുത്തിട്ടുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ബ്ലോക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.